സർക്കിട്ട് നല്ലൊരു സിനിമാനുഭവം സമ്മാനിച്ചു. കണ്ണ് നിറയ്ക്കാനും മനസ്സ് നിറയ്ക്കാനും ആസിഫ് അലിയുടെ ഗംഭീരമായ പെർഫോമൻസും എല്ലാം അടങ്ങിയ ഒരു കൊച്ചു സിനിമ. ഒരു ADHD അഫക്റ്റഡ് ആയ കുട്ടിയും ആസിഫ് അലിയുടെ ക്യാരക്ടറെ അമീറും ഇവർ ഒന്നിക്കുന്നതിന് ശേഷം ഉണ്ടാവുന്ന ഈവൻസ് ആണ് സിനിമയുടെ ഒരു കഥ. ഇത് തമാശ സിനിമയൊന്നും അല്ല, നല്ല രീതിയിൽ സീരിയസ് സിനിമ തന്നെയാണ്. ആകെ അവർ ഒന്നിക്കുന്ന ഒരു നിമിഷം വേണമെങ്കിൽ രസകരമാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലാണ്ട് സിനിമ കംപ്ലീറ്റ്ലി ഒരു സീരിയസ് ടോണോട് തന്നെയാണ് കടന്നു പോകുന്നതും ഫീൽ ഗുഡും എല്ലാം അടങ്ങിയ ഒരു ചിത്രം. റിട്ടൺ ആൻഡ് ഡയറക്ടഡ് ബൈ തമർ. 1001 നുണകൾ എന്ന സിനിമയുടെ ഡയറക്ടറാണ്. അത് നല്ലൊരു സിനിമ തന്നെ, കണ്ടു നോക്കാം. തമർ ഡയറക്ഷൻ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാരക്ടേഴ്സിനെ വളരെ നന്നായി തന്നെ എഴുതി അവരെ അവതരിപ്പിച്ചിട്ടുണ്ട്. വളരെ കൺവിൻസിംഗ് രീതിയിലാണ് അവരെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിലെ ക്യാരക്ടേഴ്സ് അവർക്ക് എന്ത് തോന്നിയാലും അല്ലെങ്കിൽ അവർ എന്ത് ചെയ്താലും നമുക്കത് ഭയങ്കര ജസ്റ്റിഫയബിൾ ആയിട്ട് ഫീൽ ചെയ്തു. അത്രയും കൺവിൻസിംഗ് ആയിട്ടാണ് ഇതിലെ ക്യാരക്ടേഴ്സ് എഴുതിയിരിക്കുന്നത്. ആ സ്ക്രീൻ പ്ലേ കുറച്ചും കൂടെ മെച്ചമാക്കായിരുന്നു എന്നേ തോന്നിയുള്ളൂ. ഈ സ്ക്രീൻ പ്ലേയുടെ എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് വളരെ നല്ല നറേഷനിലാണ് കടന്നു പോകുന്നത്. ഈ സെക്കൻഡ് ഹാഫ് ഒക്കെ ആവുമ്പോൾ ഇടക്ക് വെച്ച് തമർ എന്ന റൈറ്റർ ഔട്ട് ഓഫ് ഐഡിയാസ് അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയ പോലെ ഫീൽ ചെയ്യും. അതേപോലത്തെ ഈവൻസ് ആണ് സെക്കൻഡ് ഹാഫിൽ ആഡായി പോകുന്നത്. അപ്പോൾ തന്നെ നമുക്കൊരു റിയലിസ്റ്റിക് ഫീൽ നമുക്ക് കിട്ടൂല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ CI എന്ന സിനിമയിൽ ദുൽഖർ സൽമാൻ ഫൈനലി ആ നാട്ടിലെത്താണ്. എന്നിട്ട് എങ്ങനെയും രക്ഷപ്പെട്ട ഒരു കാറിൽ കയറി പോകുമ്പോൾ ആ കാർ എവിടുന്നോ വന്ന് ഒരു കാറിൽ കയറി ഇടിക്കുക. അതെ, ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് സർക്കിട്ട് സിനിമ കാണാൻ മനസ്സിലാവും എന്തുകൊണ്ട് ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞതെന്ന്. ഏതായാലും ഫസ്റ്റ് ഹാഫ് നന്നായിട്ട് പോയി. സെക്കൻഡ് ഹാഫ് ആണ് ചെറുതായിട്ടൊന്ന് ഇടർന്ന് പോണത്. പക്ഷെ എന്നാലും ക്ലൈമാക്സിന് തൊട്ട് മുന്നേ തന്നെ തമ്മറന്ന ഡയറക്ടറിനെ ബാക്ക് ഓൺ ട്രാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ മനസ്സ് നന്നായിട്ട് നിറയും തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ. ഡയറക്ഷന് ശേഷം ആസിഫ് അലി എന്ന ആക്ടറിന്റെ ഗംഭീരമായ പ്രകടനം ശരിക്കും ഒട്ടും എളുപ്പമല്ല. ആ ഒരു ക്യാരക്ടർ നമ്മുടെ മുന്നിൽ നിന്ന് കരയുമ്പോൾ ഓഡിയൻസ് ആയിട്ട് നമ്മളെയും കൂടെ കരയിപ്പിക്കുക, അതൊരു അപാര കഴിവ് തന്നെയാണ്. അത് ആസിഫ് അലിയുടെ കയ്യിൽ നന്നായിട്ട് തന്നെ ഉണ്ട്. ആസിഫ് അലിയുടെ കണ്ണൊന്ന് നിറഞ്ഞാലോ അല്ലെങ്കിൽ ആസിഫ് അലി ഒന്ന് കരഞ്ഞാൽ നമുക്ക് തന്നെ നല്ല സങ്കടം വരാം. അത്രയും പീക്ക് ലെവൽ ആയ പെർഫോമൻസ് ആണ് ഇതിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ആ അമീർ എന്ന ക്യാരക്ടറായിട്ട് ശരിക്കും ലിറ്റിൽ ജീവിക്കുകയെന്ന ആസിഫ് അലി ഒരു വലിയ പ്ലസ് പോയിന്റ് തന്നെയാണ് ആസിഫ് അലിയുടെ ഈ സിനിമയുടെ തന്നെ. പിന്നെ ഒർഹാൻ ആ ADHD കുട്ടിയാണ്. ആ ഒരു ADHD ഉള്ള കുട്ടിയായിട്ട് വളരെ കിടിലായിട്ട് തന്നെ കൊച്ചു അഭിനയിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ കൊച്ചിനെ നമുക്ക് ഈ സ്ക്രീനിൽ കാണുന്നത് നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ഫീലും തോന്നും. പക്ഷെ അതേപോലെ നമുക്ക് മനസ്സിലാവും ആ കൊച്ചു ഇങ്ങനെയാണ്. അത്രയും ബാലൻസ്ഡ് ആണ് കൊച്ചു പെർഫോം ചെയ്തിരിക്കുന്നത്. തമറിന് വലിയൊരു കൈയടി ആ കൊച്ചിന് ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്യിപ്പിച്ചതിന്. ദീപക് പർബോളും ദിവ്യ പ്രഭയും നല്ല മികച്ച രീതിയിലാണ് അവർ അച്ഛനമ്മ വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. പിന്നെ ആസിഫ് അലിയുടെ ഫ്രണ്ടിനെ റോൾ ചെയ്ത സ്വാതി ദാസ് പ്രഭ, പിന്നെ ദീപകിന്റെ ഫ്രണ്ടിനെ വേഷം ചെയ്ത പ്രശാന്ത് അലക്സാണ്ടറും ഇവരുടെ ക്യാരക്ടേഴ്സ് ഭയങ്കര കൺവിൻസിംഗ് ആയിട്ട് തന്നെ പെർഫോം ചെയ്തിരിക്കുന്നത്. ഇവരുടെ ക്യാരക്ടേഴ്സും വെരി വെൽ റിട്ടൺ ആയിരുന്നു. പിന്നെ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ സീൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഗോവിന്ദ് വസന്തയുടെ മ്യൂസിക് ഒരു വലിയ വലിയ പ്ലസ് പോയിന്റ് തന്നെയാണ് ഈ സിനിമയുടെ. നമുക്ക് ഈ സിനിമയുടെ ക്യാരക്ടേഴ്സിനോടും അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് അല്ലെങ്കിൽ സിനിമയുടെ മൊമെന്റ്സിനോടും നമുക്ക് ഒരു പ്രത്യേകമായ ഒരു ഇമോഷണൽ ഡെപ്ത് ഫീൽ ചെയ്യുകയാണെങ്കിൽ അതിൽ ഗോവിന്ദ് വസന്ത വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ നല്ല കറക്റ്റ് ഈണത്തിലാണ് ഇതിൽ സ്കോറിങ്ങും പാട്ടുകളും ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സിനിമ സെക്കൻഡ് ഹാഫിൽ ചെറുതായി ഡൗൺ ആവുമെങ്കിലും സംഗീത് പ്രതാപ് എന്ന എഡിറ്റർ മാക്സിമം സിനിമേനെ ക്രിസ്പാക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ വിഷ്വൽസ്, കളർ ഗ്രേഡിംഗ്, പ്രൊഡക്ഷൻ ഡിസൈൻ എല്ലാം നല്ല വിഷ്വൽ അപ്പീൽ, നല്ല ഭംഗി സമ്മാനിച്ചിട്ടുണ്ട് ഈ സിനിമയ്ക്ക്. മൊത്തത്തിൽ ഈ സിനിമ ഒരു ഭയങ്കരമായ മെമ്മറബിൾ ഫീൽ ഗുഡ് സിനിമ എന്നൊരു സംഭവം തന്നില്ലെങ്കിൽ പോലും നല്ലൊരു സിനിമ കണ്ടിറങ്ങിയ ഫീൽ നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടും. ആസിഫ് അലിയുടെ പീക്ക് പെർഫോമൻസും പിന്നെ സെക്കൻഡ് ഹാഫ് ഒന്ന് ചെറുതായിട്ട് കണ്ണടച്ചു കഴിഞ്ഞാൽ മെലോഡ്രാമയൊന്നും ഇല്ലാത്ത ഒരു നല്ലൊരു മൊമെന്റ്സ് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സിനിമ തന്നെയാണത്.